ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതിന് കൊച്ചിയിൽ ചേർന്ന യോഗത്തിന് ശേഷം തന്ത്രിമാർ മാധ്യമങ്ങളെ കാണുന്നു. ആലുവ തന്ത്ര വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. വിഷയങ്ങൾ ചെയ്യേണ്ടതാണ്, അദ്ദേഹം ചെയ്യേണ്ടതാണ് പ്രായശ്ചിത്തം എന്നുള്ളത് വിഷയം ശരിയാണ്. പിന്നെന്തെങ്കിലും അതെ അത് അടുത്ത ഫെബ്രുവരി മാസം അവസാനം മാർച്ച് മാസമായിട്ട് ഒരുമിച്ച് ചേരും. തന്ത്രിമാർ ഒരുമിച്ച് ചേർന്ന ഒരു യോഗം വിളിക്കും. അത് എവിടെയാണെന്നുള്ളത് ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിക്കുകയുള്ളൂ. ഒരുമിച്ച് നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ള കമ്മിറ്റി കൂടിയതിന് ശേഷം അതിൻ്റെ അന്തിമ തീരുമാനം എടുക്കും. അതിൽ കുറച്ചുകൂടി ആളുകളെ കോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റ് നമ്മൾ ഒരുമിച്ച് ഇന്ന് കൂടിയിട്ടുള്ള 11-10 പേരുടെ കമ്മിറ്റി ഒരുമിച്ച് ചേർന്ന് യോഗം തീരുമാനിക്കും. ഏതായാലും ഫെബ്രുവരി മാസത്തിൽ തന്നെ അവസാന സമയത്ത് അല്ലെങ്കിൽ മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലോ അല്ല, ആ തരം കാര്യങ്ങൾ ഇന്നിപ്പോൾ അങ്ങനെ തീരുമാനം വന്നിട്ടില്ല. ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ഒരു 51 റിവ്യൂ പെറ്റീഷനൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. തന്ത്രിയും പോയിട്ടുണ്ട്. അതിന് എല്ലാ രീതിയിലും തന്ത്രിയുടെ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണത്തിനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും, പ്രത്യേകിച്ച് ശബരിമല തന്ത്രി ഈ വിഷയത്തിൽ നടക്കുന്ന പന്തളം രാജാവും കൊട്ടാരവും ഒക്കെ എടുക്കുന്ന തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയും ഇന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എപ്പോഴും തന്ത്രിയോടൊപ്പം ഈ വിഷയങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനെപ്പറ്റി അന്തിമ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. അതിനെപ്പറ്റി നിയമവകുപ്പ് ചിന്തിച്ചിട്ട് തീരുമാനിക്കും. അത് ഇപ്പം അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. ഏതായാലും അത് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവിന്, ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അവിടുത്തെ ആചാരങ്ങൾ, ശബരിമല മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും ആചാരങ്ങൾ പരിപാലിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് നമ്മളുടെ സംയുക്തമായ ഏക അഭിപ്രായം. അതിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് അന്തിമ തീരുമാനം എടുക്കുക കഴിഞ്ഞില്ല. ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിക്കും. ഈ ആചാര ലംഘനം കഴിഞ്ഞിട്ട് പുണ്യാഹം നടത്തുന്നത് അല്ലെങ്കിൽ ശുദ്ധിക്രിയ നടത്തുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി പോവുകയും അല്ലെങ്കിൽ ശുദ്ധിക്രിയ തന്ത്രപരമായി പറഞ്ഞ ഒരു ക്രിയയാണ്. പക്ഷെ അതൊരു നിയമപ്രശ്നമായി ശുദ്ധിക്രിയ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ ചേർന്ന യോഗത്തിന് ശേഷം തന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അവർ. ആലുവ തന്ത്ര വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്.